ദുബൈയിൽ നിന്ന് ഒരു പാസം നമ്മുടെ സഭയിൽ ഒരു പാസം കടന്നു വരാൻ ഇടയായില്ല. ഈ യുദ്ധവും പ്രശ്നങ്ങളും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് ദുബൈയിൽ നിന്ന് നമ്മുടെ സഭയിലൊരു പാസ് കടന്നു വരുവാനും നമ്മളെ ഒരു ശുശ്രൂഷകളും പ്രത്യേകിച്ച് കർത്തൃമേശ നമുക്ക് ഒത്തിരി നാളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ഇപ്പം യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റെല്ലാം ചാലുവായി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞിരുന്നത് റോബിൻ പാസ്റ്ററിനെ വിടാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനിങ്ങനെ പാസ്റ്ററുമായിട്ട് സംസാരിച്ച് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററിന് സമയമുണ്ടോ എന്ന് കടന്നു വരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പാസ്റ്ററിൻ്റെ തിരക്ക് കാര്യങ്ങളായതുകൊണ്ട്. എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം പാസ്റ്ററിനോട് അവതരിപ്പിച്ച സമയത്ത് പാസ്റ്റർ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് പാസ്റ്റർ ഈ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയതിന് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തുടർന്നും പാസ്റ്ററിന് സമയം ഒത്തിരി മുമ്പോട്ട് പോകുന്നില്ല. പാസ്റ്ററിനെ ക്ഷണിക്കുന്നു ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങളെ വന്ന് കാണണമെന്നും നിങ്ങളുടെ സ്നേഹമുള്ള മുഖം ഒന്ന് കാണണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് സമയത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം വരുവാൻ സാധിച്ചില്ല. അത് മാത്രമല്ല, ദുബായിൽ പാസ്റ്റർമാർ ഒത്തിരിയായി, അവരെ ഒന്ന് അയക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി അവരൊരു ട്രിപ്പ് വന്നു കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് വരാമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇരുന്നത്. ഫൈനലി നമ്മുടെ പ്രിയ സാബു സഹോദരൻ്റെ ഒരു നല്ലൊരു ക്ഷണം കിട്ടിയത്. ആ ക്ഷണം നിരസിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ആക്ച്വലി ഒരല്പം ബിസി ഡേയ്സ് ആയിരുന്നു ഈ ദിവസങ്ങളിൽ. എങ്കിലും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആക്ച്വലി ഒരു ഭവനത്തിൽ വന്നൊരു പ്രതീതിയാണ്. അതുകൊണ്ട് ഒരു വലിയ വ്യത്യാസമൊന്നും ഞാൻ ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ അതുപോലെ വളരെ ക്ലോസ് ആണ് നിങ്ങൾ. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ദുബായിൽ ഒരുമിച്ച് ആരാധിച്ച പ്രിയ മോനിച്ചമ്പ കുടുംബമായിട്ട്, പ്രിയ സുനിൽ കുടുംബമായിട്ട്, അവർക്കും ഇന്നിവിടെ കടന്നു വരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയായിരുന്നു, എവിടെ പോയാലും കൂടെ കാണും. ഓക്കെ, ദൈവത്തിൻ്റെ വലിയ ദയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നതായിരിക്കും ചില പ്രേരണകൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനു മുമ്പായിട്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ട്. കലബഹംദലബക്കാല ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ഇവിടെ എല്ലാവരും ഒന്ന് വാഞ്ചിച്ചാട്ട്. ആ മേഘം ഇന്ന് രാത്രി, ഹോളി സ്പിരിറ്റ് വി താങ്ക് യു. മിണ്ടാതിരിക്കരുത്, അധരങ്ങൾ ഒരല്പസമയം തുറന്നു. കലബഹംദലബക്കാലബലബ ദൈവം തന്ന കൃപയിൽ നിന്നുകൊണ്ട് എല്ലാവരും ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ദൈവം, യെസ് മൈ ഫാദർ, we praise you, my Lord, we praise you, we praise you. Hamdalala bakala balababa bagala balabadala lagala balababa bagala balabadala. Glorious my Father, we thank you, my Master, we thank you, my Master, we thank you. എല്ലാവരും വാഞ്ചിച്ചാട്ട് ഹല്ലേലൂയ. സ്വർഗ്ഗം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവുണ്ട് എന്ന് കൽപ്പിച്ചപ്പോൾ ഇന്ന് പുതിയ വരുന്ന ഒരു ശക്തി ഇവിടെ പകരപ്പെടുവാൻ പോകുകയാൽ എല്ലാ കണ്ണുകളും അടയപ്പെട്ട ആരും കണ്ണുകൾ തുറന്ന് അവിടെ ഇവിടെ നോക്കുവാൻ ഇടയാകരുത്. ഇന്ന് രാത്രി glorious my Father, we praise you, my Lord, we praise you. Hamdalala bakala balaba bagala balabadala ullala babagala balabadala lakala balaba hamdalala bakala balaba bagala balabadala ullala bandala bagala balaba bagala balabadala. ഒരു ദാഹത്തോടുകൂടെ ഒന്ന് കടന്നു ചെന്നാട്ട് ഇന്ന് രാത്രികാലം പറഞ്ഞാട്ട്, പോര കർത്താവേ, ഇത് പോരാ,
ഒരു പുതിയൊരു അനുഭവം ഇന്നൊരു പുതിയ കൃപയുടെ മേൽ പകരണമെന്നോ. ഹംദല ബക്കാല ബല ബബഗാല ബല ബദാല ഉള്ളൽ ബന്ദല ബഗാല ബല ബബഗാല ബല ബദാല ഉഗ്ഗല ഹംദല ബക്കാല ബല ബ. Glorious my Father, we praise you, we praise you my Lord, we praise you. ദുഷ്ടന്റെ സകല ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിച്ചു ഉടക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കലബ ഹംദല ബഗാല ബല ബബഗാല ഉള്ളൽ ബന്ദല ബഗാല ബല ബബഗാല ബല ബദാല. മുട്ടോളമല്ല ആരെയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാൻ. മുട്ടോളമല്ല ആരെയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക്കാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീർഹോവയെന്നു തുറക്കാനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീർഹോവയെന്നു തുറക്കാനാഥ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. പിന്മഴ നൽകേണം മാലിന്യം മാറേണം നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേൻ. ആമേൻ 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 ആമേൻ. വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമെന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യേച്ച പരമപിതാവേ പിന്മഴ നൽകാ. കലബ ഹംദല ബക്കാല ബലബ. പോരപ്പാ പോരാ. യെസ് മൈ ലോർഡ്, യെസ് മൈ ലോർഡ്. കലബ ഹംദല ബക്കാല ബലബ ഉള്ളല ബന്ദല ബഗാല ബലബ ഉള്ളാല ബബഗാല ബലബദാല ലക്കാല ബലബ ഉള്ളല ബന്ദല ബഗാല ബലബ ബഗാല ബലബദാല ഉക്കല ഹംദല ലബക്കാല ബലബ ബഗാല ബലബദാല ഉഗല ഹംദല ലബക്കാല ബലബ. Glorious my Father, we praise you my Lord, we thank you, we thank you, we thank you. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കാർ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ ദേശത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ, നിന്റെ മക്കളുടെ സ്നേഹമുള്ള മുഖമൊന്ന് കാണുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം സഹായിക്കുന്ന നിങ്ങളുടെ വലിയ ദയക്കായി സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ യേശു ഇവിടെ മഹത്വം എടുക്കുവാൻ പോകുകയാൽ എൻ്റെ പിതാവേ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദുഷ്ടൻ്റെ സകല ആധിപത്യങ്ങൾ ഞങ്ങൾ ഉടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടാൻ കർത്താവേ, ദൈവനാമം ഇവിടെ മഹത്വം എടുക്കണം. ഇന്ന് കടന്നു വന്ന പോലെ ഒരൊറ്റ വ്യക്തി പോലും കടന്നു പോകരുത്. Glorious my Father, we praise you my Lord, we praise you, we praise you my Lord, we praise you, we praise you, we praise you. Thank you my loving holy God, we praise you, we praise you my Lord, we praise you, we
we praise you, we praise you. We praise you, my Lord. We praise you, we praise you, we praise you. We thank you, my Lord. We thank you, we thank you, we thank you. Hallelujah, 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 hallelujah. അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. അതിനാധാരമായിട്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന സമയത്ത് ദൈവത്തിന് മുമ്പാകെ ഞാൻ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വാക്യം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം തന്നിട്ടുണ്ട്. അതാണ് ഈ 2-3 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഭാഗം. അത് നിങ്ങൾക്ക് വളരെ സുപരിതമായിരിക്കുന്നൊരു വേദവാക്യമാണ്. എങ്കിലും ഈ ദിവസങ്ങൾ ദൈവം നമ്മളോട് ഇടപെടുവാൻ പോകുകയാണ്. അതിന് ആധാരമായിട്ട് ഒരു വാക്യത്തിലേക്ക് കൊണ്ടുപോകട്ടെ. റോമക്കലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാൾ വായിച്ചാട്ട്. റോമക്കലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്നൊരു വേദവാക്യമാണ് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം. ഈ ഒരു വാക്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം അറിയാം. ഇതൊരു നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രത്യേകമായിരിക്കുന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ സംസാരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. പ്രതികൂലമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്കത് അത്രത്തോളം കോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഈ വാക്യത്തിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങളൊന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിനാധാരമായിട്ട് 17-ാമത്തെ വാക്യത്തിലേക്ക് 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കട്ടെ. 16-ാമത്തെ വാക്യം. നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനോ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ശ്രദ്ധിക്കണം ഈ വേർഡ്. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. നമ്മൾ കർത്താവായ യേശുവിനോടുകൂടെ നാം കൂട്ടവകാശികളാണ് എന്നുള്ളത്. 3 വിധത്തിലാണ് നാം കൂട്ടവകാശികൾ. 1, നാം ദൈവത്തിൻ്റെ അവകാശികളാണ്. ആ 3ഉം ആ ഭാഗത്ത് തന്നെ ആ വാക്യത്തിൽ കാണുന്നു. 1, ദൈവത്തിൻ്റെ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശി കർത്താവായ യേശുവിനോടുകൂടെ ദൈവത്തിൻ്റെ സകല അവകാശങ്ങൾക്കും ഞാൻ കൂട്ടവകാശിയാണ്. 2, അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു തേജസ്കരണം എന്ന് പറയുന്നത് കർത്താവായ യേശുവിനോടുകൂടെ നാം അനുഭവിക്കുവാൻ പോകുന്നൊരു കാര്യമാണ്. യേശുവിനോടുകൂടെ നാം പങ്കാളികളാകുകയാണ്. 3-ാമത്തെ കാര്യം ഇവിടെ പറയുന്നത് ആ തേജസ്കരണം സംഭവിക്കണമെങ്കിൽ നമ്മൾ കഷ്ടം അനുഭവിക്കണം. ആരോടുകൂടെ? അവനോടുകൂടെ. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു വാക്യം വളരെ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഏത് അവസ്ഥകളായിരുന്നാലും, അത് കണ്ണുനീരിൻ്റെ ഒരവസ്ഥയാണെങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ കണ്ണുനീരിൻ്റെ നടുവിൽ കൂടെ ഞാൻ ഏകനായിട്ടല്ല പോകുന്നത്, ഞാൻ കടന്നു പോകുന്നത് എൻ്റെ കർത്താവായ യേശുവിനോടുകൂടെയാ. ഞാൻ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിനോടുകൂടെയാ. എന്ന് പറഞ്ഞാൽ എൻ്റെ കഷ്ടതയുടെ നടുവിൽ ആരെന്നോടുകൂടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ മറന്നുകളയരുത്. ഞാനും നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നെയും നിങ്ങളെയും ഓടി മാറുന്ന ഒരു ദൈവമല്ല എനിക്കും നിങ്ങൾക്കുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്രഹോമിൻ്റെയും ദൈവമാ. എന്തുവാ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തീയിൽ അവരെ ഇട്ടതായ സമയത്ത് അവരവിടെ കിടക്കട്ടെ എന്ന് ചിന്തിച്ചൊരു ദൈവമല്ല എൻ്റെ ദൈവം എന്ന് പറയുന്നത്. 4-മനായിട്ട് അവരോടുകൂടെ ഇരുന്നവനാണ് എൻ്റെ ദൈവം. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മൾ ഏകരായിട്ടല്ല നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവും നമ്മോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്.
കർത്താവായ യേശുവിനോടുകൂടെ നാം കഷ്ടം അനുഭവിക്കേണ്ടവരാ. നമുക്കതിന് വരം ലഭിച്ചിരിക്കുക. ദൈവത്തിൻ്റെ ദാസൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ കഷ്ടം സഹിക്കണമെന്നുള്ള ഒരു ചിന്ത മുൻപിൽ വെച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയോട് പറയുന്ന ഒരു വേർഡാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂലമായിരുന്നാലും, എൻ്റെ ജീവിതത്തിൽ കടന്നു ഏത് പ്രശ്നമായിരുന്നാലും, നീ ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ അത് ഫൈനലി കൊണ്ടെത്തിക്കുന്നതോ നന്മയ്ക്കായിട്ടായിരിക്കും. ഒന്ന് മനസ്സിലാക്കണം, ആ ഒരു വേർഡ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വേർഡുണ്ട്. അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാ, വെറുതെ പറയുന്ന ഒരു വാക്കല്ല. കാരണം അറിയുന്നു എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ, അറിയുന്നു എന്നുള്ള വേർഡ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ അറിയാം എന്നുള്ളതല്ല. അറിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇൻറ്റിമസിയെ ചൂണ്ടിക്കാണിക്കുക, വളരെ ആഴത്തുള്ളൊരു ബന്ധം, ഒരു പരസ്പരമുള്ളതായിരിക്കും, ഒരു എക്സ്പീരിയൻസിൽ കൂടെ, അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്നതായിരിക്കുന്നൊരു ബന്ധം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സഭയോട് താൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഇത്. കാരണം പൗലോസിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഈ അനുഭവം ഉള്ളത്. പൗലോസ് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ബാക്കി നാം അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആരുണ്ട് പൗലോസിനോടുകൂടെ? ഈ റോമാ സഭയുണ്ട്. അപ്പൊ റോമാ സഭയുടെ അനുഭവം കൂടെയാ പൗലോസ് പറയുന്നത്. തൻ്റെ ജീവിതത്തിന്റെ അനുഭവം റോമാ സഭയുടെ ജീവിതത്തിന്റെ അനുഭവമാ. അവരെ അറിയുക എന്നുള്ളൊരു പേഴ്സണൽ നോളജ്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു അറിയുക എന്നുള്ളൊരു വേർഡ് വായിച്ചാട്ടോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. മത്തായിയുടെ സുവിശേഷം, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 23. മത്തായി 7:23. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവവേല ചെയ്ത ഒരു കൂട്ടം ആൾക്കാരെ നോക്കിക്കൊണ്ട് അവസാന നിമിഷങ്ങളിൽ ആ ന്യായവിധി ദിവസങ്ങൾ പറയുവാൻ പോകുന്ന ഒരു വേർഡിനെ കുറിച്ചാണ് അരുമനാഥനാകുന്ന യേശു ഈ ലോകത്തിൽ ജീവിച്ച സമയത്ത് പറയുന്നത്. ആരാ ഈ ആൾക്കാരെ കുറിച്ച് പറയുന്നു? അവർ ചെന്ന് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ പല വീര്യപ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തു. കർത്താവായ യേശു അവരെ നോക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരൊക്കെ ചെയ്ത് യേശുവിൻ്റെ നാമത്തിലാണ്. യേശു അവരെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അറിയുന്നില്ലെന്നല്ല, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലെന്ന്. കാരണം എന്നെ അവരെ കർത്താവ് അറിയാത്തത് ഒരു പേഴ്സണൽ ഒരു ഇൻറ്റിമസി. അവരുടെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന കാര്യം, ഒരു കുഴപ്പമുണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം അധർമ്മം പ്രവർത്തിക്കുന്നവരെ കർത്താവായ യേശു ക്രിസ്തു അവരെ അറിഞ്ഞതില്ല എന്നല്ല, അവരെ അറിഞ്ഞത് എങ്ങനെയായിട്ട് അറിഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ട്. ഒരു സൈഡിൽ ദൈവത്തിൻ്റെ നാമത്തിൽ അവർ അത്ഭുതം ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് അവരുമായിട്ട് എന്തില്ല? ഒരു പേഴ്സണൽ നോളജ് ഇല്ല. വായിച്ച ഒരു വാക്യം കൂടെ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യോഹന്നാൻ 10:14. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 14. നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വേർഡ്? കർത്താവായ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറയപ്പെടുന്ന ഒരു വേർഡായത്. യേശു തുടങ്ങിയത് നല്ല തുടക്കമാ. ഞാൻ നല്ല ഇടയൻ. ആ നല്ല ഇടയെന്ന് പറഞ്ഞിട്ട് യേശു നെക്സ്റ്റ് വേർഡ് പറഞ്ഞ എന്തുവാണെന്നറിയാമോ? ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നു,
പിതാവ് എന്നെ അറിയുന്നു. അപ്പോൾ ഒരു ഇൻറ്റിമസി ആരുമായിട്ടുണ്ടായിരുന്നു? ആരുമനാഥനാകുന്ന യേശുവിന് ദൈവമായിട്ട് ഒരു വ്യക്തിപരമായിരിക്കുന്ന ഒരു നോളേജ്. ആ നോളേജിൻ്റെ പ്രത്യേകതയാണ് കർത്താവായ യേശു പറയുന്നത്, എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യുവാൻ പറ്റത്തില്ല. ആ ഒരു അറിവ് കർത്താവായ യേശുവും ദൈവമായിട്ട് എങ്ങനെ അറിഞ്ഞുവോ? യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. താഴത്തെ ഭാഗം കൊണ്ടൊന്ന് വായിച്ചേ. ചെയ്യുന്നത് പോലെ, എക്സാക്ട്ലി ദ സെയിം. യെസ്. അപ്പൊ എന്തോ വേണം? കർത്താവായ യേശു തനിക്കുള്ളവരെ അറിയണം. അവര് കർത്താവിനെ അറിയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ ദൈവം എന്നൊരു കൺസെപ്റ്റ് അല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടത്. ദൈവത്തെ ഞാൻ അനുഭവിച്ച് അറിയുന്നവരാകണം. ദൈവമക്കൾ ശ്രദ്ധിക്കണം ഭാഗം. പൗലോസ് അപ്പോസ്തലൻ റോമാ സഭയെ നോക്കിക്കൊണ്ട് താൻ പറയുമ്പോൾ, താൻ ഉൾപ്പെടെയുള്ള സമൂഹത്തെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ നാളുകൾ തൻ്റെ ജീവിതം എന്തായിരുന്നു, ആ ജീവിതത്തെ താൻ വെച്ചുകൊണ്ട് പറയുക, ഞാൻ അറിയുന്നു. ഒരു വ്യക്തിപരമായിരിക്കുന്ന ഒരു അനുഭവം. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ പോകുന്ന ഒരു കാര്യങ്ങൾ, എനിക്കും നിങ്ങൾക്കും ആ വ്യക്തിപരമായിരിക്കുന്ന ഒരു അറിവുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ടൊന്ന് ചോദിക്കണം. ഞാനും നിങ്ങളും ദൈവമക്കളല്ലാത്തവരല്ല. താഴോട്ട് ഞാൻ പറയുമ്പോൾ ആ ഈ പ്രത്യേകത ആരാണ് എന്നുള്ളതൊക്കെ ഞാൻ വെളിപ്പെടുത്തുവാനാണ് പോകുന്നത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ ദൈവമായിരിക്കുന്നൊരു ബന്ധമെന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല, അതൊരു എക്സ്പീരിയൻസ് ആകണം. ഞാൻ എൻ്റെ ദൈവമായിട്ട് ഒരു വ്യക്തിപരമായിരിക്കുന്നൊരു അനുഭവം. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് മോശയെക്കുറിച്ച്. സ്വർഗ്ഗസ്ഥനാർക്ക് ദൈവം ഒരു വേർഡ് പറഞ്ഞു, മോശേ, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ആ ഒരു വേർഡ് നീ എന്നെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? കാരണം അടുത്ത് അറിയുക. ദൈവം അബ്രഹാമിനെ അടുത്തറിഞ്ഞു. എപ്പോഴാണെന്നറിയാമോ? സ്വന്തം മോനെ യാഗമായി കൊടുക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ, ഒരു മടിയും കൂടാതെ മോനെ കൊണ്ട് യാഗമായി കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നൊരു വേർഡാണ്, നീ നിൻ്റെ മകനെ അല്ല സ്നേഹിച്ചത്, എന്നെ നീ ഭയപ്പെടുക ചെയ്തേ. ഈ മകനെ കൊടുക്കാനുള്ള കാരണം ദ ഫിയർ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഭക്തി. ഹോളി സ്പിരിറ്റ് മനസ്സിൽ ദൈവത്തോടുള്ള ഭക്തി അബ്രഹാമിൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ആ ഭക്തി എന്ത് ചെയ്തെന്നറിയാമോ? സ്വന്തം മകനെ വരെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന് മനസ്സുണ്ടായി. ഒന്ന് ശാന്തമായി, ഹോളി സ്പിരിറ്റ്, ദൈവമക്കൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ദൈവത്തോടുള്ള എൻ്റെ ഭക്തി എന്താ എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയത് കാട്ടുവാനായിട്ട് സാധിക്കുന്നത്? ഞാൻ മടങ്ങി വരട്ടെ. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ദൈവത്തെ ഒന്ന് പേഴ്സണലി ഒരു ഇൻറ്റിമസി, ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ. ശാന്തമായിട്ട് ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഡു യു ഹാവ് ദാറ്റ് ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്? ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിങ്ങൾക്കൊരു പക്ഷേ കർത്താവിനെ അറിയാം. തിരിച്ച് കർത്താവ് നിങ്ങളെ നോക്കി പറയുവാൻ സാധിക്കുമോ? എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നു. എൻ്റെ ആടെന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് ഒന്ന് പറയണം, എന്നെ എൻ്റെ കർത്താവ് അറിയുന്നു എന്നുള്ളത് എൻ്റെ അധരങ്ങൾ കൂടെ കടന്നു പോകേണ്ടതല്ല, ദൈവത്തിൻ്റെ അധരങ്ങൾ കൂടെ ഞാൻ കേൾക്കേണ്ടതാണ്. ദൈവം എന്നോടൊന്ന് സംസാരിക്കണം. ദൈവം എന്നെ അറിയുന്നു.
അങ്ങനെയെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ജീവിതത്തിൽ ധാരിക്കുന്ന പല സാഹചര്യങ്ങളിൽ കൂടെയാണ് ദൈവം നമ്മെ അറിയുന്നത്. എൻ്റെ വിഷയം അതല്ല. എന്നാൽ എന്താ ഇവിടെ ആർക്കായത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു ഒന്നാമത്തെ പ്രത്യേകത. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടതാ. ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ വാക്യം ഞാൻ ഇപ്രകാരം ഒന്ന് പറയുവാൻ സാധിക്കുന്നു. ഒന്ന്, എൻ്റെ സ്നേഹം ദൈവത്തോട് ഞാൻ കാണിക്കുന്നതാ. രണ്ട്, ദൈവത്തിൻ്റെ പാട്ട നിർണയപ്രകാരം വിളിക്കപ്പെട്ടു. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ആദ്യത്തേത് മൈ പാർട്ട്, രണ്ടാമത്തത് ഗാഡ്സ് പാർട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നോടുകൂടെ? ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് എൻ്റെ പാട്ടാ. എൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ഒരു അനുഭവമാണ്. ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെയാണ് കിടക്കുന്നത്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടുവെന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു യോഗ്യതയുമില്ല. അത് പ്യൂർലി ബിലോങ്സ് ടു ഗാഡ്. ഈ രണ്ട് ക്വാളിറ്റി ഉള്ളവരുടെ ജീവിതത്തിലാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണേ. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചിന്തിപ്പിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ആര് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ലൈഫ് അതുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് വേണം ഒന്ന് പറയാൻ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുവാൻ സാധിക്കും, അതല്ല എനിക്ക് വേണ്ടത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ കൂടെ ഒന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ പ്രത്യേകത വായിച്ചാട്ട് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. 1 John chapter 5 verse number 3. ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്ന് എനിക്കെങ്ങനെ അറിയുവാൻ സാധിക്കും? അതിന് തെളിവുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വായിച്ചാട്ടെ 1 John chapter 5 verse 3. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വെറുതെ വാക്കുകൾ കൂടെ വെളിപ്പെടുന്ന ഒരു സ്നേഹമല്ല. ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനാർക്ക് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നതല്ല. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം സത്യമാ, അവൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കും. വായിച്ച ഒരു വാക്യം കൂടെ 1 John the Gospel chapter 14 verse 21, 21-ാമത്തെ വാക്യം. യോഹന്നാൻ 14:21. നിങ്ങൾ ശ്രദ്ധിച്ചോ? കൽപ്പന. നിങ്ങൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന വാക്യമാ. അവിടെ പറയുന്നത് എൻ്റെ കൽപ്പനകൾ ലഭിച്ച്, ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിസീവ് ദ കമാൻഡ്മെൻറ്റ്സ്. അതോടുകൂടെ അവസാനിക്കുന്നില്ല. ഫോളോഡ് ബൈ, കൂട്ടത്തിൽ എന്തോട് വേണം? പ്രമാണിക്കുക. അപ്പൊ കേൾക്കുന്നതുകൊണ്ടല്ല കാര്യമുള്ളത്. കൽപ്പന ഞാൻ കേട്ടുവെന്ന് പറയുന്നതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതല്ല. പിന്നെയോ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ആ കൽപ്പന ഞാൻ കേൾക്കുക മാത്രമല്ല, ഞാനത് പ്രമാണിക്കുന്നുവെങ്കിൽ, ഞാൻ കേട്ട കൽപ്പനയെ എൻ്റെ പ്രാവർത്തിക ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരുന്നുവെങ്കിൽ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞേ? എന്നെ സ്നേഹിക്കുന്നവൻ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആര് എന്ന് നിങ്ങളെന്നോട് ചോദിച്ചാൽ
ഒന്നാമത്തെ തെളിവാണ്, അവർ ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കുക മാത്രമല്ല, അവർ പ്രമാണിച്ച് ജീവിക്കുന്നവരാ. ശാന്തമായിട്ട് ഒന്ന് ചോദിച്ചോണേ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന നമുക്കറിയാം, പക്ഷെങ്കിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് വെറുതെയാണ്. പറയാൻ പറ്റും വാക്കുകൊണ്ട്, പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ഒരുവനാ. വായിച്ച് അതിൽ 23-ാമത്തെ വാക്യം കൂടെ, വേഴ്സ് നമ്പർ 23. ഒത്തിരി അനുഗ്രഹങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. ദൈവത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞാനും. ഒന്ന് വായിച്ചേ. ഞാൻ അതിനു മുമ്പ് ഇതാണ് പ്രത്യേകത. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും ഒറ്റയ്ക്ക് കടന്നു പോകുന്നവരല്ല. തൃത്വമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ കടന്നു പോയാലും അവരോടുകൂടെ ഉണ്ടായിരിക്കും. അവരെ ഒരിക്കലും ദൈവം ഒറ്റയ്ക്ക് വിടത്തില്ല. കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. വായിച്ചാട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ, വേഴ്സ് നമ്പർ 16. അതിൻ്റെ മുകളിലത്തെ വാക്യം, നിങ്ങൾ വീണ്ടും അതേ കാര്യം തന്നെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഒന്ന് ചിന്തിക്കേണ്ട ഭാഗം ഇതാണ്. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത് ഓർക്കേണ്ടത് അവൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണമെന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരുന്നതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ മാറ്റിവെച്ച് ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. ശാന്തമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുമോ, ഞാൻ ഈ ഭാഗത്ത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെങ്കിൽ അവൻ്റെ കൽപ്പനകളിൽ എത്രമാത്രം സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ദാസൻ സംഘത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അതെ, 1000 പൊന്നിലും വിലയേറിയതായിരിക്കും തേനിലും അവൻ്റെ വചനം എനിക്ക് മധുരമാണ്. ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം ഒരു താല്പര്യം ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബന്ധത്തിൽ എനിക്ക് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ശാന്തമായി നോക്കണം. ദൈവത്തിൻ്റെ വചനത്തോട് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ദൈവത്തോട് സ്നേഹമുണ്ടെന്നുള്ളതാണ്. അതാത് വെളിപ്പെടുത്തുന്നേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ശാന്തമായിട്ട് ചോദിക്കട്ടെ, എത്ര മിനിറ്റ് ഒരു ദിവസം ദൈവത്തിൻ്റെ വചനമായിട്ട് നാം ചെലവഴിക്കുന്നു? സമയം നമുക്കില്ല എന്ന് പറയുവാൻ സാധിക്കും. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. സമയമില്ലാത്തത് ഒരു കാര്യത്തിന് മാത്രമാണ്, ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയമില്ല. ഇന്ന് രാത്രി ഓർക്കണമേ, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ താല്പര്യം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാനുള്ളത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതാതിൻ്റെ തെളിവ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നുള്ളത് തെളിവ്. 2, ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നുള്ള തെളിവെന്താ? വായിച്ചിട്ട് സങ്കീർത്തനം 27 3-ാമത്തെ വാക്യം 4-ാമത്തെ വാക്യം. Psalms 27 verse number 4. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം.
സ്നേഹിക്കുന്നവൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അവൻ ദൈവത്തെ ആഗ്രഹിക്കും. ഡിസയർ ഗാഡ്. ദൈവത്തോളൊരു ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഒന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, മറ്റെല്ലാത്തിനേക്കാളുപരിയായിട്ട് ഈ ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുവാ എൻ്റെ ആഗ്രഹം? എന്തുവാ? ഒരു കാര്യം, ഐ വോണ്ട് ടു സീ ദ ബ്യൂട്ടി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. എനിക്ക് അവൻ്റെ മന്ദിരത്തിലിരുന്ന് ഒന്ന് ധ്യാനിക്കണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്രത്തോളം വാല്യുബിളായിരിക്കുന്ന ഒരാഗ്രഹം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ. എന്തിനു വേണ്ടിയുള്ള ഒരാഗ്രഹമാണ്? മറ്റൊന്നും അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ അവനെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തെ അവൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ അവരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർ ഡിസയർ ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും. ഭാര്യ ഭർത്താവുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യു വിൽ സ്പെൻഡ് ടൈം വിത്ത് ദം, ഇല്ലേ? അതല്ലേ എൻ്റെ ഒരു തെളിവ്? ഇല്ലെങ്കിൽ അത് ഒരു 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 ആ ഒരു കുടുംബ ബന്ധത്തിൻ്റെ വാല്യൂ നിൻ്റെപ്ത് എവിടെ ഉണ്ടാകുന്നേ? ഇല്ല. എന്തുവാ ഉണ്ടാകുന്നത്? ആവശ്യമായിരിക്കുന്നത് ഒരു പ്രസൻസ്, ഒരു അടുത്തിരിക്കുവാനുള്ള ആഗ്രഹം. പ്രിയപ്പെട്ടവർ, ഇത് തന്നെ ആ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത്. ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ആർക്കത് രണ്ടാമത്തെ കാര്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ വാഞ്ചിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ദാസനിപ്പാരെ പറയുന്നു, എപ്പോൾ ഞാൻ ദൈവസന് ചെല്ലുവാൻ ഇടയായിത്തീരും. നോക്കിയ മനുഷ്യൻ്റെ ഒരു താല്പര്യം, ഒരു സമയത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കുക. എന്തിനു വേണ്ടി അവൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ. നിങ്ങൾക്കറിയാം, ദാനിയേൽ എന്നൊരു മനുഷ്യൻ നിങ്ങൾക്കറിയാം, ദൈവം ശക്തമായിട്ട് അത്ഭുതകരമായ രീതിയിൽ ഉയർത്തി ദൈവം മാനിച്ചൊരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നം കടന്നു വന്നപ്പോൾ, ആ പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ആ ദാനിയേലിനെ കുറിച്ച് എഴുതപ്പെട്ടൊരു ഭാഗം ഇപ്രകാരമാണ്: ദാനിയേൽ എന്ത് ചെയ്തു? പണ്ട് ചെയ്തു വന്നതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദിവസം 3 പ്രാവശ്യം ദൈവ സാന്നിധ്യത്തിൽ മുട്ടുകൾ മടക്കി. ആരായി മനുഷ്യൻ? രാജ്യത്തിൻ്റെ ചക്രവർത്തി ഭരണം നടക്കുമ്പോൾ ആ ഹോൾ നേഷനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ രാജാവ് കഴിഞ്ഞാൽ, ചക്രവർത്തി കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ആരെല്ലാം അന്വേഷിച്ചു ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ? അവരെല്ലാവരും അന്വേഷിച്ചു, ഒരു തെറ്റ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ ജോലിയുടെ മിടുക്കൊണ്ടല്ല. ഹി സ്പെൻഡ് ടൈം വിത്ത് ഗാഡ്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലായിക്കോണേ, നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലം എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് സമയം ദൈവത്തോടു കൂടെ ചെലവഴിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സമയത്തെ അത്ഭുതകരമായി മാറ്റുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് സാധിക്കും. ദൈവത്തോളം എൻ്റെ ആഗ്രഹം, ദൈവത്തോളം എൻ്റെ ഡിസയർ, ദൈവത്തെ ഞാൻ ആഗ്രഹിക്കുന്ന ആർക്കൊരു അനുഭവം. ദൈവത്തിൻ്റെ വിശുദ്ധ ദാസൻ കൂടി പ്രാരം വായിക്കുന്നുണ്ട്. വായിച്ചോട്ട് സങ്കീർത്തനം 37. അതിനുമുമ്പ് 63-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 63-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വെറുതെ വായിച്ചൊന്നും വിടരുത്. ഇതിൻ്റെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചോണം. ഒന്ന് വായിച്ചാട്ട്. ശ്രദ്ധിച്ചോ വേർഡ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, യു ആർ മൈ ഗാഡ്. വല്ലപ്പോഴൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഗാഡ്, യു ആർ മൈ ഗാഡ്. ദൈവമേ,
നീ എൻ്റെ ദൈവം. രാവിലെ എഴുന്നേറ്റത് പറയണമെന്നേ. ദൈവം അത് എത്ര ഇഷ്ടമാണെന്നറിയാവോ ദൈവത്തിന് കേൾക്കാൻ. ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം. നീ എൻ്റെ ദൈവം എന്ന് പറയുന്നത് വെറുതെ വാക്കല്ല, തൻ്റെ പ്രവൃത്തി അതാ. എന്തുവാ തൻ്റെ പ്രവൃത്തി? അതികാലത്ത് എന്ന് പറഞ്ഞാൽ സകലത്തിനും മുൻപായിട്ട്. ഒരു ദിവസം ഞാൻ തുടങ്ങുമ്പോൾ ആ തുടക്കത്തിലേക്ക് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വാട്ട് ഐ ഡു, ഞാൻ നിന്നെ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുവാ ചെയ്യുന്നത്? ഒരല്പം ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ അന്ന് പ്രാർത്ഥനയില്ല, സമയമില്ലെന്നേ. ദൈവമേ നീ എൻ്റെ ദൈവം. ആദ്യകാലത്ത് ദൈവം ഈ ഒരു വേർഡ് പഠിപ്പിച്ചപ്പോൾ ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. കുഞ്ഞേ, ലോകത്തിൽ പക്ഷികളുണ്ട്, അതിൻ്റെ സൃഷ്ടാവിനെ ആദ്യകാലത്ത് എഴുന്നേറ്റ് മഹത്വപ്പെടുത്തുന്നുണ്ട്. ആ കിളിയുടെ ശബ്ദം കൊണ്ടാ അതാ ദൈവം അവർക്ക് കൊടുത്തേക്കുന്നേ. എന്നോട് ചോദിച്ചു, യഥാർത്ഥ ദൈവത്തെ അറിയാതിരിക്കുന്നവർ ആദ്യകാലത്ത് എഴുന്നേറ്റ് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നീയോ നമ്മുടെ പാട്ടുകാരൻ പറയുന്ന പോലെ ഉണരുവാൻ പോലും സാധ്യമല്ലാതെ കിടന്നുറങ്ങുന്നത് എന്താ നീ മനമേ? ഒന്ന് ചോദ്യര്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ 5 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ 30 മിനിറ്റ്സ് ഇരിക്കുക. നിങ്ങൾക്ക് ആ ജോലി 3 മണിക്കൂർ ചെയ്യാൻ പറ്റും. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സമയം പോലും നഷ്ടമാകത്തില്ല. ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. ഒത്തിരി പ്രോഗ്രാം എൻ്റെ ഓരോ ദിവസവും ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതാ കർത്താവേ, ഇന്നത്തെ എൻ്റെ അജണ്ട, ഇത് മുഴുവൻ ചെയ്യാൻ എന്നെ സഹായിക്കണം. ഞാൻ പറയട്ടെ, വൈകിട്ട് വന്ന് മുട്ടുകളും മടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കും. കാരണം എന്നാണെന്ന് അറിയാമോ? രാവിലത്തെ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. അല്പ സമയങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുത്ത് ഒന്ന് ആഗ്രഹിക്കുക, ദൈവത്തെ ഒന്ന് വാഞ്ചിക്കുക. സംഗീതക്കാരൻ പറയുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം. ആദ്യകാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ട്. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അപ്പോൾ ദാഹം എങ്ങനെയാണെന്നറിയാമോ? ഇറ്റ് വെള്ളം പോലും കിട്ടാനില്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ അതാ ദൈവത്തോടുള്ള തൻ്റെ ദാഹം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാം സുലഭമായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് വലിയ വിലയൊന്നുമില്ല. ഉണ്ടാകേണ്ടത് ഒരു കാര്യമാണ്, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ ആഗ്രഹിക്കും. എപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഇടയായിത്തീരും. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഞാൻ വാസ്തവമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ, ദൈവത്തെ സ്നേഹിക്കുന്നവളാണോ? മൂന്നാമത്തെ പ്രത്യേകത ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ. വായിച്ചിട്ട് 97-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. Psalm 97 verse number 10. ദോഷം ദോഷമായതുകൊണ്ടല്ല ഞാൻ ചെയ്യാതിരിക്കുന്നത്. ശ്രദ്ധിച്ചോ എൻ്റെ വേർഡ്? ദോഷം ദോഷമായതുകൊണ്ടല്ല ഞാൻ ചെയ്യാത്തത്. ഞാൻ ദോഷം ചെയ്യാത്തതിൻ്റെ കാരണം ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടാ.
ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ദോഷത്തെ വെറുക്കുന്നത്? ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തിന് ദോഷം ഇഷ്ടമല്ല. അപ്പൊ എൻ്റെ ദൈവത്തിന് വിരുദ്ധമായിട്ട്, ഞാൻ സ്നേഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയെന്ന് പറയുന്നത് തൊടരുത്, പിടിക്കരുത് എന്നുള്ളതല്ല. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. പിന്നുള്ള വേർഡ് നമുക്കറിയാമല്ലോ, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമെന്നോ. സഹോദരി പറഞ്ഞ സത്യമാ. നടക്കുകയല്ല, പിന്നെ നടത്തുക എന്നെ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ നടക്കുന്ന ജീവിതമല്ല, എന്നെ നടത്തുന്ന ജീവിതമാണ്. അപ്പൊ ഞാൻ നടക്കുകയല്ല വേണ്ടത്, പിന്നെന്ത് വേണം? എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്നെ നടത്തണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് മാത്രമേ ചെയ്യത്തുള്ളൂ? കാരണം ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാ, അല്ലെങ്കിൽ വൺ എമംഗ് ട്രിനിറ്റി. ആ തൃത്വത്തിൽ മൂന്നാം ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കും ആര് കൂടെ വെളിപ്പെടുന്നത്? എന്നിൽ കൂടെ. നിങ്ങൾ ശ്രദ്ധിക്കണേ, പാപമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയരുത്. ഞാൻ നിങ്ങൾ പറയേണ്ടത് ഇതാ, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനത് ചെയ്യത്തില്ല. രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലായോ? The first one, your own effort. Second one, it's love towards God. രണ്ടാമത്തത് ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം, അതാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിലാക്കണം, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പി. യോസെഫിൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാതെ ഓടിയെന്നതിന് കാരണമല്ല. യോസെഫ് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമല്ല യോസെഫിന്? ദൈവത്തോട് പാപം ചെയ്യുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്യുക എന്നുള്ളൊരു കൺസേൺ ആണ്. തൻ്റെ ജീവിതത്തിലെ പാപം ചെയ്യുവാനായിട്ട് പ്രേരണ കിട്ടിയ സമയത്ത് പോലും അതിൽ നിന്ന് തന്നെ വ്യത്യസ്തനാക്കി നിർത്തിയത്. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലേ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാകുന്നുവെങ്കിൽ അവരുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രത്യേകതയാണ് ദോഷത്തെ അവർ വെറുക്കുന്നവരായിരിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഭാഗമുണ്ട്. ഒരു രാജാവിനോട് ഞാൻ ഓർക്കുന്നില്ല, ദൈവത്തിൻ്റെ ദാസൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റൊരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകൂടി അവർ യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സമയത്ത് രാജാവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദുഷ്ടനോടുകൂടെ കൂട്ടുകൂടുന്നത് നിനക്ക് യുക്തമോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവന് എന്ത് ചെയ്യാൻ സാധ്യമല്ല? ദുഷ്ടനോട് പങ്കുകൂടുവാൻ സാധ്യമല്ല. എന്തു വേണം? ദൈവത്തെ സ്നേഹിക്കുന്ന മുഖാന്തരമായിട്ട് ഞാൻ അതിൽ നിന്ന് വേർപെടുക. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തെ ഇപ്രകാരം പറയുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുക. എന്താ വേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഒറ്റ വേർഡിൽ പറഞ്ഞാൽ ഒരു വേർപാടിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് പുറത്തല്ല ഞാൻ കാണിക്കുന്നത്, പിന്നെ അകത്തുള്ളത് പുറത്തോട്ട് വെളിപ്പെടുക ചെയ്യുന്നേ.
അകത്ത് നിന്ന് പുറത്തോട്ട് കാട്ടുക. എന്തുവാ കാട്ടുന്നത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം പാപികളെ സ്നേഹിക്കുന്നുണ്ട്, പാപത്തോട് അവൻ എതിർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും എന്തേ ചെയ്തേ പറ്റത്തുള്ളൂ? എനിക്കും പാപത്തെ ഞാൻ വെറുക്കണം, പാപികളെ സ്നേഹിക്കണം. ഇതാണ് ദൈവം കാണിച്ചു തന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ഒരു സ്വഭാവം, ക്യാരക്ടറാണ് ദോഷത്തെ വെറുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വെറുപ്പെന്നുള്ള വേർഡ് ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു രീതിയിലും അതിനോട് കോംപ്രമൈസ് ഇല്ല, ഒരു രീതിയിലും അതിനോട് ഞാൻ ചേരത്തില്ല. അത് ടോട്ടലി എനിക്ക് എതിരാ. എൻ്റെ ലൈഫുമായിട്ട് ഒരിക്കലും അത് ചേർന്ന് പോകാനായിട്ട് പറ്റത്തില്ല. സഹോദരങ്ങളെ, ഒന്ന് ശാന്തമായിട്ട് ശ്രദ്ധിക്കണേ, ഒന്ന് ഓർത്ത് നോക്കണം. പാപത്തെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ കുറഞ്ഞിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവനാകുന്നുവെങ്കിൽ അവൻ പാപത്തെ വെറുക്കും. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അതിന് ഗുണമെന്നാണെന്നറിയാമോ? വായിച്ച ആ വാക്യം ഒരിക്കൽ കൂടെ. ആ ആ ശ്രദ്ധിച്ചോ നിങ്ങൾ ആ വേർഡ്? അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ. എന്താ ഈ വേർഡ് പറയാനുള്ള കാരണം എന്നാ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. ആ രണ്ടാമത്തെ പാട്ട് ഈ ഒന്നാമത്തെ പാട്ട് നമ്മളുടെ ബന്ധമെന്ന് വന്നു നോക്കി. രണ്ടാമത്തെ പാട്ട് ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. അവൻ തൻ്റെ ഭക്തന്മാരുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് രണ്ടാമത്തെ ഭാഗവും ഈ ഒന്നാമത്തെ ഭാഗവും തമ്മിൽ ലിങ്ക് എന്തുവാ? എങ്ങനെ കണക്ട് ചെയ്യുന്നേ? അതോ വെറുതെ അങ്ങ് എഴുതി വെച്ചതാണോ? വെറുതെ അങ്ങ് എഴുതി വെച്ചത് പോയതായില്ലേ? അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ എന്ന് പറഞ്ഞാൽ യഹോവയെ സ്നേഹിച്ച് ദോഷത്തെ വെറുപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ പ്രാണം കൂടെ അപകടത്തിലാണ് എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ലേ? നിങ്ങൾ എന്നോട് കൂടെ ഇല്ല. ദുബായിൽ നിന്ന് പുതിയ തിയോളജിയുമായിട്ട് വന്നിരിക്കുക ഇല്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ച ആ ഭാഗമൊന്ന്. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. ഓക്കെ, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വേർഡ് പറയുന്നു, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. എന്തുവാ ഇത് ആദ്യമായിട്ടുള്ള ബന്ധം എന്തുവാ? ഞാൻ യഹോവയെ സ്നേഹിക്കുന്നവനാകുന്നുവെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ദോഷത്തെ വെറുക്കും. ഞാൻ ദോഷത്തെ വെറുക്കുകയാണെങ്കിൽ എന്തോ വരാൻ സാധ്യതയുണ്ട്? എൻ്റെ പ്രാണൻ അപകടത്തിലാകും. പക്ഷെങ്കിൽ പ്രാണൻ അപകടത്തിലാണെങ്കിലും ഒരു കാര്യം സത്യമാ, എൻ്റെ പ്രാണൻ അപകടത്തിലാക്കാതെ എന്നെ കാക്കുന്ന ഒരുവൻ എന്നോടുകൂടെ ഉണ്ട്. ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, യോസഫേ നീ ദോഷത്തെ വെറുത്തതാ. അതുകൊണ്ട് നിനക്ക് കിട്ടിയ അനുഭവം എന്തുവാ? ഫറവോന്റെ കാരാഗ്രഹം ഇല്ലേ? ദോഷ വെറുത്തുകൊണ്ടല്ലേ ഇത് കിട്ടിയത്? അല്ല, ഇത് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ മാന്യനായിട്ട് ജീവിക്കാമായിരുന്നില്ലേ? എന്താ പറ്റിയത്? ദോഷത്തെ വെറുത്തത് കൊണ്ട് യോസേഫ് ഇപ്പം എവിടെ കിടക്കുന്നു? പക്ഷെങ്കിൽ യോസേഫിനെ കാരാഗ്രഹത്തിൽ കിടത്തിയത് 2 വർഷമാണ്. അവിടുന്ന് സ്വർഗസ്ഥനാർക്ക് ദൈവം എന്ത് ചെയ്തു?
യോസഫിനെ ഉയർത്തി. ഒന്ന് ചോദിച്ചു നോക്കിയ, യോസഫേ, നിന്നെ കാരാഗ്രഹത്തിൽ കൊണ്ടിടുമ്പോൾ പൊത്തിഫർ മോശക്കാരനൊന്നുമല്ല, ഫറവോൻ്റെ ഭണ്ഡാരത്തിൻ്റെ ഒരു അധിപനാ. ആ അധികാരത്തോടുകൂടി അല്ലയോ യോസഫിനെ കൊണ്ടപ്പോൾ അവിടെ കൊണ്ടാക്കിയത്, ഈ ഫറവോൻ്റെ കാരാഗ്രഹത്തിൽ കൊണ്ടാക്കിയത്. എത്രമാത്രം ഉപദ്രവങ്ങൾ കടന്നു വരാമായിരുന്നു. യോസഫെ, നിൻ്റെ ജീവിതം എന്തുവാ? യോസഫിനെ ആരുടെ കയ്യിലാക്കിയോ ആ വ്യക്തിക്ക് യോസഫിനോട് ദയ കാണിച്ചു. ഹി ഹാഡ് ഫേവർ ഓൺ ജോസഫ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വേർഡ്? എവിടെല്ലാം യോസഫ് കടന്നുപോയോ, പ്രതികൂലങ്ങൾ ഒത്തിരി കടന്നു വന്നു. പക്ഷെ ഏത് പ്രതികൂലങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം യോസഫിന് ഒരു കാര്യം ലഭിച്ചു. ആ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെതായിരിക്കുന്ന ഫേവർ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞു വരുന്നേ? ശരിയാണോ ഞാൻ പറഞ്ഞു വന്നത്? ദൈവത്തിൻ്റെ ഫേവർ. കാരണം എന്നാ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തവതിന് ഇപ്പോൾ പറയുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു. യോസഫേ, നീ ഫറവോൻ്റെ കാരാഗ്രഹത്തിൽ ചെന്നില്ലായിരുന്നുവെങ്കിൽ നീ ഫറവോൻ്റെ ഗ്രഹത്തിൽ വരത്തില്ല. നിന്നെ അവിടെ കൊണ്ടിട്ടതിന് കാരണമുണ്ട്. നിന്നെ ഫറവോൻ്റെ ഗ്രഹത്തിൽ നിർത്തേണ്ടതാ. പൊത്തിഫറിൻ്റെ കയ്യിലൊരു അടിമയായ യോസഫ് കൊല്ലാമായിരുന്നു, കൊന്നില്ല. പക്ഷേ എവിടെല്ലാം കടന്നു ചെന്നുവോ അവിടെയൊക്കെയും ദയ ലഭിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, യഹോവയെ സ്നേഹിച്ച് ദോഷത്തെ വെറുക്കുവാൻ എൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുടുംബക്കാരെതിരാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം ഭാര്യയോ ഭർത്താവോ എതിരാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ പ്രാണനെ പരിപാലിക്കുവാൻ അവൻ മതിയായവനാണ്. അവൻ്റെ കരങ്ങൾ നീ സുരക്ഷിതനാ. മറ്റെങ്ങുമില്ല എൻ്റെ സുരക്ഷിതത്വം. എൻ്റെ സുരക്ഷിതത്വം കർത്താവിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ആയിരിക്കുന്ന ശ്രേഷ്ഠമാർഗതൊരു അനുഭവം. മൂന്നാമത്, യഹോവയെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത, അവർ ദോഷത്തെ വെറുക്കുന്നു. നാലാമത്തെ പ്രത്യേകത എന്താ? വായിച്ചാട്ടെ, 1 John chapter 4 verse 20. 1 യോഹന്നാൻ 4:20 വാക്യം. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് തമ്മിൽ എന്തോ ഉണ്ട്, ഒരു സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരൊരു പ്രത്യേകതയാണ്, ദൈവമക്കളെയും നമ്മൾ സ്നേഹിക്കും. അവിടെ ഗ്രൂപ്പിസമൊന്നുമില്ല കേട്ടോ. IPCയും മാറാനാഥയും വ്യത്യാസമൊന്നുമില്ല. അവിടെ ഒന്നേ ഉള്ളൂ, യേശുവിൻ്റെ തങ്കച്ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ ഒരപ്പൻ്റെ മക്കളെന്നുള്ള പദവിയിൽ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് സാധിക്കും. ഒന്ന് ശാന്തമായിട്ട് ചോദിക്കണം, എങ്ങനെയാ മറ്റുള്ളവരുടെ സ്നേഹം? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുന്നത് അവരുടെ ഒരു പക്ഷങ്ങൾ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ അവരോടുകൂടെ ഒന്ന് കണ്ണുനീരൊഴുക്കാൻ പറ്റിയെങ്കിൽ അതാ ഒരു വലിയ സ്നേഹം. കർത്താവായ യേശു, ദൈവത്തിൻ്റെ വിശുദ്ധ ദാസൻ പറയുന്ന ഭാഗമുണ്ട്,
ഏറ്റവും ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ മറുരൂപമായിട്ട് പറയുക, യോഗ്യതയില്ലാത്തവരെ അവരെ സ്നേഹിക്കുന്നത്. അവരെ സ്നേഹിച്ചുകൊണ്ട് യാതൊരു ഗുണവുമില്ല, പക്ഷെങ്കിൽ ഒരു ഗുണമില്ലെന്ന് ചിന്തിക്കുന്നവരെ സ്നേഹിക്കുന്നൊരു സ്നേഹം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ടുവരുന്ന സ്നേഹമല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമാണ് സഹോദരങ്ങളെ സ്നേഹിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കുന്നത്. വായിച്ചു ഒരു വാക്യം കൂടെ, അതിൻ്റെ 8ാമത്തെ വാക്യം, 1 John chapter 4 verse number 7 and 8, 7-8 വാക്യം. ആ ആ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വേർഡ്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. നെക്സ്റ്റ് വേർഡ്. അപ്പം ഏത് സ്നേഹം കൊണ്ട് സ്നേഹിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ദൈവസ്നേഹം. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുവാ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത? വായിച്ചാട്ട് യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 9, 10, 11 വാക്യം. 9, 10, 11 വാക്യം. ദൈവം സ്നേഹം തന്നെ അപ്പൊ ദൈവം തൻ്റെ സ്നേഹം പ്രത്യക്ഷമാക്കിയത് എങ്ങനെയാ? തൻ്റെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി തന്നത്. ആ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി തന്നപ്പോൾ എൻ്റെ യോഗ്യത കണ്ടുകൊണ്ടല്ല തന്നത്. ദൈവത്തിൻ്റെ ദാസന് പ്രകാരം പറയുന്നത്, നാം ദുഷ്ടരായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു. അപ്പം ഞാൻ ആരായിരുന്നു? ദുഷ്ടനല്ല, ശത്രുവായിരുന്നപ്പോൾ ഞാൻ ആരായിരുന്നു? ശത്രു. ആ സ്ഥാനത്താ എന്നെ സ്നേഹിച്ചത്. അതാ സ്നേഹത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം. അതാ വായിച്ച് തന്നെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട്. അതാണ് ദൈവം പ്രത്യക്ഷമാക്കി കാണിച്ചത്. ഹൗ ഹി ഡിസ്പ്ലേഡ് ഹിസ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ ദൈവം പ്രദർശിപ്പിച്ചു? ദൈവം പ്രദർശിപ്പിച്ച മാർഗമാണ് സ്വന്തം പുത്രനെ നമുക്ക് വിടുത്ത. നെക്സ്റ്റ് വേർഡ് ശ്രദ്ധിക്കണം നിങ്ങൾ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെ അപ്പോ ഈ സ്നേഹം കൂടെ ആര് തന്നതാ? ഈ സ്നേഹമെന്ന് പറയുന്നത് എൻ്റെ സ്നേഹമല്ല. ഈ സ്നേഹമെന്ന് പറയുന്നത് ഗോഡ്ലി ലവ്. ആ സ്നേഹം എനിക്ക് തന്നത് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചത് കൊണ്ടല്ല, പിന്നെ അവൻ എനിക്ക് ഇങ്ങോട്ട് തന്നതാ. വായിച്ചു റോമർ 5:5. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 5. റോമർ 5:5. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു കാര്യങ്ങളൊന്നും ഉയർത്തിക്കേ. ഓക്കെ, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ എന്തുവാ നിങ്ങൾ പ്രാപിച്ചത്? ആ പരിശുദ്ധാത്മാവിനോടുകൂടെ എന്തോട് കടന്നു വന്നു? ആരുടെ സ്നേഹം? ഒന്നുകൂടെ ഉറച്ച് പറഞ്ഞേ. അപ്പൊ എൻ്റെ ഉള്ളിലുള്ളത് ഹ്യൂമൻ ലവ് അല്ല, എൻ്റെ ഉള്ളിലുള്ളത് ഗോഡ്ലി ലവ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എനിക്കതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഹൗ ടു ഡിസ്പ്ലേ ഇറ്റ് എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്.
അവിടെയാ നമ്മൾ പ്രശ്നം വരുന്നേ. നമ്മൾ ചില ബാനേഴ്സൊക്കെ അവിടെ കൊണ്ട് വെക്കുന്നേ, ബാരിയേഴ്സ് കൊണ്ട് അവിടെ വെക്കുന്നേ, അത് നമ്മൾ കൊണ്ട് വെക്കുന്നതാ. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശത്രുവായിരുന്നപ്പോൾ അവൻ എന്നെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ പുത്രനെ തരത്തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. അങ്ങനെയാ ദൈവം ആ സ്നേഹം വെളിപ്പെടുത്തിയത്, പ്രദർശിപ്പിച്ച അങ്ങനെയാ. അങ്ങനെയെങ്കിൽ ആ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ, ആ സ്നേഹമാണ് എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ, ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്നേഹം എന്ത് ചെയ്യും? മറ്റുള്ളവരെയും. ഉണ്ടോ ആ സ്നേഹം? ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞത് ഇതാണ്. ഞാൻ ഒരു മെസ്സേജ് കൊടുത്തതിനകത്ത് ഒരു വേർഡ് ഉണ്ടായിരുന്നു, അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ, അറിയാതെ ചെയ്യുന്ന പാപം. അന്നേരം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് തൊട്ട് മനസ്സിലായിട്ടേ ഇല്ല, എന്താ ഈ അറിയാതെ ചെയ്യുന്ന പാപമൊക്കെ എനിക്ക് അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരം എന്നിട്ട് എന്നോട് പുള്ളിക്കാരത്തൊരു അനുഭവം പറഞ്ഞു. അവരൊരു പർട്ടിക്കുലർ രാജ്യത്തിലേക്ക് അവർ 2 സഹോദരിമാർ കടന്നുപോയി. 2 പേരും എയർലൈൻസ് ജോലി ചെയ്യുന്നവരാണ്, ഫ്രീ ടിക്കറ്റാണ്. അപ്പോൾ ആ രാജ്യം തിരിച്ചു വരുന്ന സമയമായി. ഈ പുള്ളിക്കാരത്തിൻ്റെ വിസ 1 ദിവസം കൂടിയുള്ളൂ, മറ്റേ പുള്ളിക്കാരത്തിക്ക് 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ അവരെ ഫ്ലൈറ്റ് നോക്കിയതായ സമയത്ത് ആ ഫ്ലൈറ്റ് ടോട്ടലി ഫുള്ളാണ്, ഒരാൾക്കുള്ള സീറ്റുണ്ട്. ഈ പുള്ളിക്കാരത്ത് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ വിസ തീരുക, എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ പെനാൽറ്റി കൊടുക്കണം, അതുകൊണ്ട് ഇവിടെ നിന്നാലും കുഴപ്പമില്ല, എന്നെ ഞാൻ കൊണ്ടുപോകണം. അവസാനം ഇവർ 2 പേരും എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ ചെന്ന് കൊടുത്തപ്പോൾ ആദ്യം മറ്റേ പുള്ളിക്കാരത്തേക്ക് ടിക്കറ്റ് കൊടുത്തു, ഈ പുള്ളിക്കാരത്തെ അവിടെ നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ആ സന്നദ്ധതയെ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുണ്ട് സെൽഫെന്ന്. മനസ്സിലായോ? അന്നേരം പറഞ്ഞു, ഇപ്പം എനിക്ക് സംശയമൊന്നുമില്ല, അറിയാതെ ഒത്തിരി പാപങ്ങളുണ്ടെന്ന്. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, പക്ഷെങ്കിൽ അതിന് സമയം വരുമ്പോൾ അവിടെയാണ് അത് റിവീൽ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ പതിനിപ്പാരം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് പകർന്നിരിക്കുക. തന്നത് ഗോഡ്ലി ലവാ. ആ സ്നേഹത്തിന് ദർ ഈസ് നോ ലിമിറ്റേഷൻസ്. പക്ഷെങ്കിൽ ആ സ്നേഹം എന്നിലിരിക്കുമ്പോൾ എന്നിൽ കൂടെ വെളിപ്പെടുത്തുന്നത് ഗോഡ്ലി ലവ് ആണോ ഹ്യൂമൻ ലവ് ആണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗോഡ്ലി ലവ് ആണെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരെയും സ്നേഹിക്കും. ആത്മാർത്ഥമാർഗ സ്നേഹം. അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി കിടക്കണമെന്നൊന്നും അല്ല. സൂക്ഷിച്ച് നിന്നാൽ ദുഃഖിക്കണ്ട കേട്ടോ. ഒരല്പം അകന്നിരിക്കണം എല്ലാവരോടും, ഒത്തിരി അങ്ങ് അടുക്കാൻ പോകരുത്. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒരല്പം ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും അടുത്ത് പോയോ നിങ്ങളുടെ മനസ്സാരോടെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങൾ പെട്ടുപോയി. ഒരിക്കലും നിങ്ങൾക്ക് സേഫായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാ ഒരല്പം ലിമിറ്റഡ് ഒക്കെ ആക്കുന്നത്. അതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കണം, എൻ്റെ സഹോദരിയെ ഞാൻ സ്നേഹിക്കണം. ശാന്തമായിട്ടൊന്ന് ചോദിച്ചേ. ഈ 4 കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഈ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് വെറും വാക്കുകൊണ്ടല്ല. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 4 ക്വാളിറ്റി. ഒന്നാമത്, അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ പ്രമാണിക്കും. 2, ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തോടുകൂടെ
പറ്റിച്ചേർന്നിരിക്കുന്നത്, ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്നത് അവരുടെ ലൈഫിൻ്റെ വലിയ ആഗ്രഹമാണ്. മൂന്നാമത്തെ പ്രത്യേകത, അവർ പാപത്തെ വെറുക്കുന്നവരാ. പാപമായതുകൊണ്ടല്ല ദൈവത്തോടുള്ള സ്നേഹം, പാപത്തിൽ നിന്ന് അവർക്ക് വേർപെടുവാനായിട്ടിടയായിത്തീരുന്നു. 4, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് നടച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു സ്ഥാനത്ത് ശാന്തമായിട്ട് ഇന്ന് നമ്മെ ചിന്തിപ്പിച്ചൊരു ഭാഗമെന്ന് പറയുന്നത്, 1, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇറ്റ് ഈസ് ഫ്രം മൈ പാർട്ട്. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിലും അത് വാസ്തവമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരാകുന്നുവ എന്നുള്ളത് ശാന്തമായിട്ടൊന്ന് സ്വയം ശോധന ചെയ്താട്ട്. എവിടെയാണ് നമ്മുടെ ബലഹീനതകൾ, ഏതിലാണ് നമ്മുടെ വീഴ്ചകൾ, ദൈവത്തോടുള്ള നമ്മുടെ വാഞ്ച എത്രമാത്രമുണ്ട്, ആഗ്രഹം എത്രമാത്രമുണ്ട്, മറ്റ് സകലത്തെക്കാളുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ നല്ല ആത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നല്ല ആത്മാവിൻ്റെ മുൻപിൽ നമ്മെ തന്നെ സ്വയമായിട്ട് താഴ്ത്തിക്കൊണ്ട് ദൈവത്തോടെന്ന് പറയുമോ, കർത്താവേ, പലപ്പോഴും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, എങ്കിലും ആ സ്നേഹം പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുവാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ചില ബലഹീനതകളൊക്കെ ഉണ്ട്. അല്ല എങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധദാസൻ പറയുന്നത് അതിലും വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ആ നമ്മൾ ചെയ്തു പോകുന്നത് അടുത്ത ലെവലിലേക്കൊന്ന് ഉയരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമോ, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും കാലങ്ങളായി മുൻപോട്ട് കടന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ആഗ്രഹമെന്ന് പറഞ്ഞ മറ്റൊന്നുമല്ല, എൻ്റെ പിതാവേ അങ്ങയെ സ്നേഹിക്കണം. ഹല്ലേലൂയ, അങ്ങയെ സ്നേഹിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാമെന്ന് ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എൻ്റെ കർത്താവേ അങ്ങയെ സ്നേഹിക്കുന്നൊരു ഹൃദയം. ആ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് പറയുന്നുണ്ട്, ജീവനോ മരണമോ വാഴ്ചകളോ അധികാരങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നോ എന്നെ വേർപിരിപ്പാൻ ഒന്നിനും സാധ്യമല്ല. ഇന്ന് രാത്രി ഒന്ന് പറയുമോ, ആ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു, അതിനനുസരണമായിട്ട് പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് എന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്നെ ദൈവം സഹായിക്കണം. ഹൃദയം തകർന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഒരനുതാപത്തിൻ്റെ ദിവസമായി മാറ്റപ്പെടട്ടെ, ഒരു രൂപാന്തര ദിവസമായി ഇന്ന് രാത്രി തീരട്ടെ. ദൈവത്തിന് ചിലത് ഈ ദിവസങ്ങൾ ചെയ്യിപ്പിക്കുവാനുള്ളത് ഇന്ന് രാത്രി ഒരു തുടക്കമായി മാറ്റപ്പെട്ടെ. ഹല്ലേലൂയ. ഏത് അനുഗ്രഹത്തിന് തുടക്കം ഒരു താഴ്മയാണ്. ദൈവമുമ്പാകെ സമർപ്പിച്ചു കൊടുക്കുന്നതാകുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ശ്രേഷ്ഠമായിരിക്കുന്നതിന് വേണ്ടി എന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കും ദൈവത്തോടെന്ന് പറഞ്ഞാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്തരം തുറന്നുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വരം നിങ്ങളുടെ ദൈവം ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ കർത്താവ് യേശു ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ, കർത്താവേ ഞാനിത് ആഗ്രഹിക്കുന്നു, കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് അങ്ങയെ സ്നേഹിപ്പാൻ. എൻ്റെ പിതാവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെനിക്ക് വേണ്ടത്, എൻ്റെ കർത്താവെ എന്നെ കൊണ്ടത് പറ്റത്തില്ല കർത്താവെ, അങ്ങയുടെ സ്നേഹമായി എൻ്റെ ഉള്ളിലേക്കൊന്ന് പകരേണ്ടത്, എങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കർത്താവെ. ഇന്ന് രാത്രിയിലും ആ സ്നേഹം എൻ്റെ ഉള്ളത്തിലേക്കൊന്ന് പകരണമേ.
ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ വലിയൊരു പകർച്ച നടക്കണമേ. ഹല്ലേലൂയ. എല്ലാവരും ഒരുക്കപ്പെട്ടാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ആത്മപകർച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മപകർച്ചയിൽ കൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ പകരുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ളത്തിലേക്ക് പകരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ സ്നേഹത്തോടു കൂടെ ജീവിപ്പാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലബ ഹംദല ലബഖാല ബലബ. Glorious my Father, we praise you. We praise you, my Lord. We praise you, we praise you, we praise you. We thank you, my Lord. We thank you, we thank you, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജ. എൻ്റെ പിതാവേ, നിനക്ക് നന്ദിയോടെ സ്തോത്ര. സ്വാതന്ത്ര്യത്തോടെ കൂടി നിന്നുകൊണ്ട് ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയാട്ടോ. ഹംദലല ബഖാല ബലബ. ദൈവകരങ്ങൾ പരിപൂർണമായി സമർപ്പിച്ചുവെങ്കിൽ ഹംദലല ബഖാല ബലബ. ഉള്ളൽ ബന്ദല ബഗാല ബലബ ബഗാല ബലബ ദാല. ഉള്ളൽ ബന്ദല ബഗാല ബലബ ബഗാല ബലബ ദാല. ഉഖല ഹംദലല ബഗാല ബലബ. Glorious my Father, we praise you. We praise you, my Lord. We praise you, we praise you. We praise you, we praise you, we praise you, we praise you. Hallelujah, hallelujah. നിങ്ങളെ തന്നെ പിടിച്ചു വെക്കരുത്. ഇന്ന് രാത്രി സ്വാതന്ത്ര്യമായിട്ട് വിട്ടുകൊടുത്താട്ടോ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞാട്ടോ. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹം ഇന്ന് രാത്രി ഞാൻ ഏറ്റെടുക്കുക. ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടോ. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് അല്പ നിമിഷങ്ങൾ ദൈവത്തെ നാം ആരാധിപ്പാൻ പോകുക, ദൈവത്തെ നാം സ്തുതിക്കുവാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തി ഒരൽപ്പ നിമിഷങ്ങൾ ദൈവത്തിന് നന്ദി കൊടുത്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു മൈ ലോർഡ്, വി താങ്ക് യു, വി താങ്ക് യു. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജ. ദൈവനേ, നിനക്ക് നന്ദി രാജ. ദൈവനേ, നിനക്ക് നന്ദി രാജ. നന്ദിയപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you my Lord, we thank you, we thank you, we thank you, we thank you my Lord, we thank you. നന്ദി കർത്താവേ, നിനക്ക് നന്ദി രാജ. ദൈവനേ, നിനക്ക് നന്ദി രാജ. കരങ്ങൾ അടിക്കണം, കരങ്ങൾ അടിച്ച് നാം ചലിപ്പിക്കണം, നാം ചലിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തരീക്ഷം പരിപൂർണമായിട്ട് ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടെ, ദൈവ കൃപ കൊണ്ട് ഇവിടെ മൂടപ്പെട്ടെ. ഹംദലല ബഖാല ബലബ. ഉള്ളൽ ബന്ദല ബഗാല ബലബ ബഗാല. ഉള്ളൽ ബന്ദല ബഖാല ബലബ. ഹംദലല ബഖാല ബലബ. ഉള്ളൽ ബന്ദല ബഗാല ബലബ ബഗാല. Glorious my Father, we thank you. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. അറിയാവുന്ന ഒരു പാട്ടുകാരങ്ങൾ അടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് പാടിയാട്ട്. Hallelujah. എത്ര മനോഹരമേ, അതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങും സിന്ധു സമാനമ സന്തത കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങും സിന്ധു സമാനം സന്തത കാണുന്നു.